സ്വാതി, ലോകരാജ്യങ്ങളെ ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാട് ബോധ്യപ്പെടുത്തുക, ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ഉദ്ദേശിച്ചത് എന്തായിരുന്നു എന്ന് ബോധ്യപ്പെടുത്തുക എന്ന വലിയ ദൗത്യത്തോടെയാണ് സർവകക്ഷി സംഘങ്ങൾ ഇപ്പോൾ യാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നത്. 2 സംഘങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. മറ്റു സംഘങ്ങൾ ഏത് സമയത്താണ് പുറപ്പെടുക? ഇപ്പോൾ ജപ്പാനിലടക്കമാണല്ലോ ഡോക്ടർ ജോൺ ബ്രിട്ടാസ് എം പിയൊക്കെ ഉള്ള സംഘമുള്ളത്. മറ്റൊരു സംഘം ഇ ടി മുഹമ്മദ് ബഷീർ അടക്കമുള്ളവരുടെ സംഘം UAE-യിലും നിൽക്കുന്നു. അവരുടെയൊക്കെ യാത്രകൾ, മറ്റു കാര്യങ്ങൾ എങ്ങനെയാണ്? മനു, ഇപ്പോൾ നിലവിൽ 2 സംഘങ്ങളാണ് എത്തിയിട്ടുള്ളത്. ഒന്ന് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ജോൺ ബ്രിട്ടാസ് MP ഉൾപ്പെടുന്ന അഭിഷേക് ബാനർജി ഉൾപ്പെടുന്ന സംഘമാണ് ഇന്നലെ രാവിലെ ഏകദേശം 11 മണിയോടുകൂടി ദില്ലിയിൽ നിന്നും തിരിച്ചിട്ടുള്ളത്. അവർ ജപ്പാൻ ഉൾപ്പെടെയുള്ള സിംഗപ്പൂർ, മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത്. ഇപ്പോൾ ആ സംഘം ജപ്പാനിലെത്തി, ടോക്കിയോയിലെത്തി എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അവിടെ നിന്നും ജപ്പാനിലെ ഇന്ത്യൻ അംബാസഡർ തന്നെ അവരെ എയർപോർട്ടിൽ നിന്നും സ്വീകരിക്കുകയായിരുന്നു. രണ്ടാമത്തെ സംഘം ഇന്നലെ രാത്രിയിലാണ് പുറപ്പെട്ടത്. ഇ ടി മുഹമ്മദ് ബഷീർ ഉൾപ്പെടുന്ന സംഘമാണത്. ശ്രീകാന്ത് ഏകനാഥ് ഷിൻഡെ നയിക്കുന്ന സംഘമാണ് ഉള്ളത്. ആ സംഘവും UAE-യിലേക്ക് എത്തി എന്നുള്ള കാര്യമാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അങ്ങനെ 2 സംഘങ്ങളാണ് ഈ വിദേശ പര്യടനത്തിൻ്റെ ഭാഗമായുള്ള സർവകക്ഷി സംഘങ്ങളിലെ ആദ്യത്തെ 2 സംഘമാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. നാളെ അതേസമയം തന്നെ ശശി തരൂർ നയിക്കുന്ന സംഘം നാളെ രാവിലെയോടുകൂടി പുറപ്പെടുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത്. USA ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കായിരിക്കും ഇവർ വിദേശ പര്യടനം നടത്തുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായി ഇന്ത്യയുടെ മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ഇന്ത്യയുടെ നിലപാട് മറ്റു രാജ്യങ്ങളെ ധരിപ്പിക്കുക എന്നുള്ളതാണ്. അതിന് തന്നെയാണ് പ്രാഥമികമായി ലക്ഷ്യം വെക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏത് തരത്തിലാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്, അത് വിജയകരമായി ഭവിക്കുന്നതിൽ എന്തെല്ലാം ഭാഗങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അതിൻ്റെ വിശദാംശങ്ങൾ തന്നെയായിരിക്കും മറ്റ് രാജ്യങ്ങളുമായി പങ്കുവയ്ക്കുക. ഇന്ത്യയുടെ ഭീകരവാദത്തിനെതിരായിട്ടുള്ള നിലപാട് വ്യക്തമാക്കുക എന്നുള്ളത് തന്നെയാണ് ഈ വിദേശ പര്യടനത്തിൻ്റെ ലക്ഷ്യം. പ്രത്യേകിച്ചും രാഷ്ട്രീയ എല്ലാം മറന്നുകൊണ്ടാണ് ഈ ഒരു ഭീകരവാദത്തിനെതിരെ ഐക്യത്തോടെ എല്ലാ പാർട്ടികളും ഒരുമിച്ച് നിൽക്കുന്ന കാഴ്ച തന്നെയാണ് ഈ ഘട്ടങ്ങളിലൊക്കെയും കണ്ടത്. മറ്റു ചില പ്രതിനിധി സംഘവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം എടുത്തിട്ടുള്ള മറ്റു ചില സമീപനങ്ങൾ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വലിയ വിമർശനങ്ങളും വിവാദങ്ങളും ഉയർന്നിരുന്നു. എങ്കിൽ പോലും ഇപ്പോൾ ഐക്യത്തോടെ തന്നെയാണ് ഈ സർവകക്ഷി സംഘം മറ്റ് രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുന്നത്. അതോടൊപ്പം ഏറ്റവും പ്രധാനമായുള്ളത് പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തുക എന്നുള്ള നീക്കം. കാലങ്ങളായി പാകിസ്ഥാൻ തുടരുന്ന ഭീകരവാദത്തിന് പിന്തുണ അർപ്പിച്ചുകൊണ്ട് നടത്തുന്ന എല്ലാ പ്രവർത്തനങ്ങളും മറ്റ് വിദേശ രാജ്യങ്ങളുമായി പങ്കുവയ്ക്കുക. ഇതിലേറ്റവും പ്രധാനമായി കാണേണ്ടത് ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൗൺസിലടക്കം ഉൾപ്പെടുന്ന 15ഓളം രാജ്യങ്ങൾ പ്രതിനിധി സംഘങ്ങൾ സന്ദർശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സുരക്ഷാ കൗൺസിലിൽ നേരത്തെ തന്നെ ഈ പാകിസ്ഥാന്റെ ഭീകരവാദം സംബന്ധിച്ച വലിയ ചർച്ചകളൊക്കെയും ഇന്ത്യ നടത്തിയിട്ടുള്ളതാണ്. ഇവർക്ക് നൽകുന്ന വായ്പകൾ ഭീകരവാദത്തിനാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവയൊക്കെയും റദ്ദാക്കണമെന്ന ആവശ്യം UN സുരക്ഷാ കൗൺസിൽ ഉന്നയിച്ചതുമാണ്. അതുകൊണ്ട് സുരക്ഷാ കൗൺസിലിൽ ഉൾപ്പെടുന്ന 15ഓളം രാജ്യങ്ങൾ വരെ ഈ വിദേശ പര്യടനത്തിൽ എന്തായാലും സന്ദർശിക്കുന്നുണ്ട്. എന്തുകൊണ്ടും ഈ ഒരു ഘട്ടത്തിൽ ഇന്ത്യയുടെ നിലപാട് വ്യക്തമാക്കുക എന്നുള്ളതാണ് ഇന്ത്യ പ്രാഥമികമായി മുൻഗണന നൽകുന്നത്. അതോടൊപ്പം മറ്റ് നയതന്ത്ര നീക്കങ്ങളുണ്ട്. പാകിസ്ഥാനെതിരെ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന നയതന്ത്ര നീക്കങ്ങൾ, ആ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായി എന്തെല്ലാമാണ് ഇനി നടപടികൾ സ്വീകരിക്കുക എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരിക്കും ചർച്ച നടക്കുക. സിന്ധു നദീജല കരാർ ഉൾപ്പെടെ മരവിപ്പിക്കില്ല എന്നൊരു നിലപാട് ഇന്ത്യ സ്വീകരിച്ച ഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ഭീകരവാദത്തിൽ നിന്നും എപ്പോഴാണ് പാകിസ്ഥാൻ പിന്മാറുന്നത്, അതനുസരിച്ച് മാത്രമേ ആ നദീജല കരാറുമായി ബന്ധപ്പെട്ട് ഇനി ഒരു ചർച്ചയുള്ളൂ എന്നാണ് അറിയിച്ചിട്ടുള്ളത്. മാത്രമല്ല, ചർച്ച പാകിസ്ഥാനുമായി നടത്തുന്നുണ്ടെങ്കിൽ അതൊരു കശ്മീർ വിഷയത്തിൽ മാത്രമായിരിക്കും ചർച്ച എന്ന നിലപാടും ഇന്ത്യ കൈക്കൊണ്ടിട്ടുണ്ട്. എന്തായാലും ഇതൊക്കെയും സംബന്ധിച്ച വിശദാംശങ്ങൾ തന്നെയായിരിക്കും ഈ പോകുന്ന പ്രതിനിധി സംഘങ്ങളിലെ വ്യക്തികൾ, MPമാരൊക്കെയും നയതന്ത്ര വിദഗ്ധർ ഉൾപ്പെടെയാണ് ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. അതോടൊപ്പം മുൻ മന്ത്രിമാരുണ്ട്, അംബാസഡർമാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം ചേർന്നുകൊണ്ട് ഇന്ത്യയുടെ ഭീകരവാദത്തിനുള്ള എതിരായിട്ടുള്ള നിലപാട് ഇവരെല്ലാം ധരിപ്പിക്കും. അതിലൂടെ മറ്റു ചർച്ചകൾ, ഈ വെടിനിർത്തലിന് പിന്നാലെ ഉണ്ടാകുന്ന നയതന്ത്ര നീക്കങ്ങളൊക്കെയും ഇതിൻ്റെ ഭാഗമായി തന്നെയായിരിക്കും ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും ആദ്യ സംഘങ്ങൾ 2 സംഘങ്ങളും അവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. നാളെ ശശി തരൂരിൻ്റെ പ്രതിനിധി സംഘം കൂടി USA ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്ക് സന്ദർശനം നടത്തുകയാണ്. ഈ ഒരു ഘട്ടത്തിൽ ഭീകരവാദത്തിനെതിരെ എല്ലാവരും ഐക്യത്തോടെ നിൽക്കുന്നു എന്ന് തന്നെയാണ് പറയാൻ വേണ്ടി കഴിയുന്നത്. ശരി, സ്വാതിയാണ് ദില്ലിയിൽ നിന്ന് നമുക്ക് ഈ വിവരങ്ങൾ നൽകിയത്.